അന്വേഷണ ഏജൻസികൾ എല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പുറകെ വട്ടമിട്ട് പറക്കുമ്പോഴും ഒരച്ഛന്റെ കടമ ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SFIO അല്ല, ആര് വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം, ഇതിപ്പോൾ കേട്ടാൽ ഇല്ലാത്ത കമ്പനിയെ SFIO തന്നെ ഉണ്ടാക്കുകയും അത് വീണയ്ക്ക് നൽകുകയും അതിൽ ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങി അതിൽ ഇടപാട് നടത്താൻ അങ്ങോട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു. മനഃപൂർവ്വം SFIO തന്നെ കുടുക്കിയ പോലെയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചല്ലോ. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രം ഗൗരവമായി കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേവനത്തിന് നൽകിയ പണമെന്ന് മകളും CMRL കമ്പനിയും പറഞ്ഞിട്ടുണ്ട്. CMRL നൽകിയ പണത്തിന്റെ GSTയും ആദായ നികുതിയും അടച്ചതിന്റെ രേഖകളുമുണ്ട്. ഈ കേസ് എവിടെ വരെ പോകുമെന്ന് നോക്കാം. ഈ കാര്യങ്ങളെല്ലാം പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വം ഈ നിലയിൽ പ്രതികരിക്കുകയാണ്. ലക്ഷ്യം എന്തെന്ന് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ബിനീഷ് കോടിയേരിയുടേത് സമാനമായ കേസല്ല വീണയുടേത്. ബിനീഷിനെതിരെ കേസ് വന്നപ്പോൾ അതിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് പാർട്ടി പിന്തുണ ലഭിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. തങ്ങളുടെ കമ്പനിക്ക് ലഭിച്ചത് കള്ളപ്പണമല്ല, കൃത്യമായി നികുതി അടച്ചിട്ടുണ്ട്. സേവനത്തിന് GST അടച്ചു എന്നത് മറച്ചുവെക്കുന്നു. എന്നാൽ നൽകാത്ത സേവനത്തിന് എന്താണ് പ്രചാരണം? അവിടെയാണ് എന്റെ മകൾ എന്നത് പ്രസക്തമാകുന്നത്. കേസ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ കൂടുതൽ പറയുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മകളുടെ പേര് മാത്രമായി പരാമർശിക്കാതെ എന്റെ മകൾ എന്ന് അന്വേഷണ ഏജൻസികൾ കൃത്യമായി എഴുതിവെച്ചത് എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളൊന്നും മകളുടെ കമ്പനിയിൽ ആദായ നികുതി അടച്ചതിന്റെ GST അടച്ചതിന്റെയോ കണക്കുകൾ പറയുന്നില്ല. നിങ്ങൾക്ക്, അതായത് മാധ്യമങ്ങൾക്ക് വേണ്ടത് എന്റെ ചോരയാണ്. അത് അത്ര വേഗം കിട്ടുമെന്ന് നിങ്ങൾ ആരും തന്നെ കരുതേണ്ട. മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ നോക്കുന്നത് എന്റെ രാജി, അത് നോക്കിയിരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. മകൾ വീണ പ്രതിയായ കരിമണൽ മാസപ്പടിയിലെ ആകെ നാറി തലയിൽ മുണ്ടിട്ടിരിക്കുകയാണ് അദ്ദേഹം. മധുരയിലെ CPM പാർട്ടി കോൺഗ്രസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ പിണറായി വിജയൻ 2 ദിവസത്തേക്ക് പുറത്തിറങ്ങില്ല എന്നായിരുന്നു എല്ലാവരുടെയും നിഗമനം. നാണമുണ്ടെങ്കിൽ ഇനി പുറത്തേക്ക് ഇറങ്ങില്ല എന്നും പറയാം. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം. സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വീണയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും വീണയ്ക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇനി ഏതു നിമിഷവും വീണ പിടിയിലാവാം. ജാമ്യം കിട്ടിയാലും മകൾ അറസ്റ്റിലായാൽ ഒരു നിമിഷം പോലും പിണറായി വിജയൻ എന്ന മഹാവ്യക്തി ഒരിക്കലും ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യയല്ല. മകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുന്ന കാഴ്ച ഇരട്ടച്ചങ്കുള്ള അച്ഛന് കാണേണ്ടി വരും എന്നതിൽ സംശയമില്ല. CPMലെ ന്യായീകരണ തൊഴിലാളികളായി MM ബേബിയും പ്രകാശ് കാരാട്ടും MV ഗോവിന്ദനും EP ജയരാജനും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പിണറായിയെ ന്യായീകരിക്കുകയാണ്. വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്നും എന്തിന് പണം വാങ്ങി, എന്തു സേവനം കൊടുത്തു, ആ പണം എവിടെ നിക്ഷേപിച്ചു എന്നതിൽ കൃത്യമായ ഉത്തരം നൽകാതെ CPMനോ ദേശാഭിമാനിക്കോ സാധിക്കില്ല.